everyone, നമസ്കാരം, ഗുഡ് മോർണിംഗ്. പുറകെ കാണാം ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ തിരിച്ചു പോവാട്ടോ. ഒരു 2 ദിവസത്തെ ട്രാവൽ, 2 ദിവസത്തെ ഒരു ട്രിപ്പ് മാത്രമാണ് ഞാനിവിടെ. കാരണം എനിക്ക് തിരിച്ച് 11-ാം തീയതി നാട്ടിലെത്തണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു പോവുകയാണ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, ദാൽ ലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കി എനിക്ക് സ്നോ കിട്ടണം ആഗ്രഹിച്ചു, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാരമില്ല, കുഴപ്പമില്ല. എന്നാലും അടുത്ത പ്രാവശ്യം വരാം. അപ്പോൾ ഞങ്ങളിപ്പം ശ്രീനഗറിൽ നിന്ന് 7:45-നാണ് ഫസ്റ്റ് ട്രെയിൻ ഉള്ളത്. അതിനെ കയറിയിട്ട് ബൻഹലിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് എന്താ പറയുക, ഈ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോഴത്തേക്കും നാട്ടിലെത്തുന്നവരെയുള്ള ചെറിയൊരു വീഡിയോ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു. കാരണം ഞങ്ങൾ ഇന്ന് പോകുന്നത് ഭയങ്കര റിസ്കി ടാസ്ക്കുള്ള ഒരു ഇതാണ്. കാരണം 10:30 ആകുമ്പോഴത്തേക്കേ ഉള്ളൂ ബൻഹലിൽ എത്തത്തുള്ളൂ. അവിടുന്ന് ഷെയർ ടാക്സി എടുത്തിട്ട് 4 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഇടയ്ക്ക് ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3:30 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഉദംപൂരിൽ നിന്ന് 3:30 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഭയങ്കര റിസ്ക്കാണ്. ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ 3:30 ഞങ്ങളുടെ പൈസയും പോകും, ടിക്കറ്റും ക്യാൻസലാകും. പിന്നെ 7:30 ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും അത് റിസർവേഷൻ പോലും കിട്ടത്തില്ല. അപ്പം ബ്ലോക്ക് കിട്ടുമോ എങ്ങനെയാണ്, ദൈവം സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്കൊന്നും കിട്ടാതെ എങ്ങനെയെങ്കിലൊക്കെ അവിടെ എത്തിപ്പെടാം, ഡൽഹി വരെ എത്തിപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഉദംപൂരിൻ്റെ ഡൽഹിയിലേക്ക് വലിയ ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ വരെ എത്തുന്ന ഉദംപൂർ വരെ എത്തേണ്ട ഒരു പ്രശ്നം മാത്രമേ നമ്മുടെ മുന്നിൽ കാണുന്നുള്ളൂ. ലെറ്റ്സ് സീ, ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനും ലിബിനും മാത്രമേ ഉള്ളൂ കേട്ടോ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. മറ്റ് 2 പേര് ഇന്ന് ദാൽ ലേക്ക് കണ്ടിട്ട് അവർക്ക് ആഗ്ര പോകണം. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ലിബിനാണ് വീഡിയോ എടുത്ത് തരുന്നത്. സോ അപ്പോൾ നമുക്കിനി പോകുന്ന ചെറിയ വീഡിയോ കാണാം. ഹായ്. അപ്പോൾ നമുക്ക് ബൻഹലിൽ നിന്ന് ഉദംപൂർക്ക് പോകാനുള്ള ശ്രീനഗറിൽ നിന്ന് ഉദംപൂർക്ക് പോകാനുള്ള ലിബിൻ ചുമച്ച് നിൽക്കുകയാണ് ഗൈസ്. ക്ലൈമറ്റ് ഭയങ്കര. ഞങ്ങൾ ട്രെയിനിൽ കയറട്ടെ കേട്ടോ, സീറ്റ് ഉണ്ട് ഫുള്ള്. ഞങ്ങളങ്ങനെ ട്രെയിനിൽ കയറിട്ടോ. അപ്പം കുറേ വ്ളോഗേഴ്സൊക്കെ ഇടുന്ന കണ്ട ഒരു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. നമ്മുടെ ബനിഹാൽ ടു ശ്രീനഗർ ട്രെയിൻ ജേർണി ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ആ ട്രെയിൻ ജേർണിയിലാണ് ഞാനുള്ളത്. എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ കിട്ടിയില്ല, കാരണം ഞങ്ങൾ എത്തിയപ്പോൾ ട്രെയിൻ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിട്ടേൺ ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് ബനിഹാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് മഞ്ഞിൽ കൂടിയുള്ളൊരു യാത്രയാണ്. പക്ഷേ ഇപ്പം ഇവിടെ സ്നോ ഉണ്ടോ എന്നറിയത്തില്ല. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. പോകുന്ന വഴിക്ക് കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സ് വന്നപ്പോഴത്തേക്കും അവർക്ക് കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. ഇപ്രാവശ്യവും കിട്ടുമില്ല എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു യാത്ര അടിപൊളിയായിരിക്കും. അപ്പം ലിബിൻ പറയുന്നുണ്ട് നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. അല്ല ലിബിന് കിട്ടും, നിനക്ക് ഭാഗ്യമുണ്ട്, കിട്ടും. ഇവൾക്ക് ഭാഗ്യമുള്ള ആളാണ്. കാരണം എല്ലാം ഭയങ്കര ലക്കിയായിരുന്നു അവൾക്ക്. സ്നോ കിട്ടി, സ്നോഫോൾ കിട്ടി. അതുപോലെ തന്നെ ഈ ഒരു ജേണിയിലും ഇവൾക്ക് സ്നോ കിട്ടാൻ ഒരു 100% ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നു. എൻ്റെ മനസ്സ് പറയുന്നു, ചാൻസ് ഉണ്ട്, കിട്ടും. പറയാൻ പറ്റില്ല. അതെ, നമ്മളിപ്പോൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. പക്ഷെ അടിപൊളിയാട്ടോ, ഈ യാത്ര അടിപൊളിയല്ലേ. ഈ ഒരു ട്രെയിൻ യാത്ര, ഇതിലേക്കുള്ളൊരു യാത്ര സൂപ്പറാട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ്. പൈൻ ട്രീസ്. ശ്രീനഗറിൽ നിന്ന് അങ്ങനെ നമ്മൾ ബനിഹാലിലേക്കുള്ള ഈ മനോഹരമായ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ മനസ്സിലൊരു പേടിയുണ്ട്, എന്താകും, എങ്ങനെയാകും യാത്ര, നമുക്ക് കറക്റ്റ് ട്രെയിൻ കിട്ടുമോ എന്നുള്ളത്. പക്ഷേ നിങ്ങൾ അവസാന ഭാഗത്തേക്കൊക്കെ കണ്ടു നോക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ യാത്ര എത്രത്തോളം പരിതാപകരമായിരുന്നു എന്ന്. ഈ കാണുന്നത് മൊത്തം സാഫ്രോണിൻ്റെ തോട്ടം കേട്ടോ. ഇത് മൊത്തം സാഫ്രോൺസ് ആണ്. ഇത് പൈൻ ട്രീസ്. ഇവിടുത്തെ വീടൊക്കെ നോക്കിയാൽ നല്ല രസമല്ലേ. സാഫ്രോൺ കേട്ടോ മൊത്തം. ഈ ഭാഗം കംപ്ലീറ്റ് അല്ല, കാശ്മീർ കംപ്ലീറ്റ് സാഫ്രോൺസ് ആണ്. എന്നാലും ഈ പൈൻ ട്രീസും സാഫ്രോൺസും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല, ഇത്രയൊക്കെ ആൾക്കാരുള്ളൂ. സ്ലോയെന്ന് മനസ്സിലാവുന്നു, ഒന്നും കാണുന്നില്ല എന്നൊക്കെ.
എടാ ഇത് ഏതായിരുന്നു ഇപ്പൊ നമ്മള് കണ്ടത്? കോസി കണ്ടോ? കോസി കണ്ട് ടണലാണ് കഴിഞ്ഞു പോയത്. എത്ര കിലോമീറ്റർ? 7 കിലോമീറ്റർ അല്ലേ? ശ്രീനഗറിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ വന്നു കഴിഞ്ഞാല് നമുക്ക് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, കോസിഗണ്ട് എന്ന് പറഞ്ഞു. അത് സാധാരണ ഈ ടണൽ എത്തനേക്കാളും മുമ്പാണ് നമുക്ക് സാധാരണ സ്നോ കിട്ടാൻ. ഇപ്രാവശ്യം നിനക്ക് ഭാഗ്യമില്ല, സ്നോ ഇല്ലല്ലേ? പക്ഷെ അപ്പുറത്തെ മലയിലൊക്കെ നല്ല ഇതുണ്ടല്ലേ. എടാ ഇവിടെ എന്തോ വേറെന്തോ നീ എന്തൊരു പർവ്വതത്തിന്റെ പേര് പറഞ്ഞായിരുന്നല്ലോ? പർവ്വതം. അത് നമ്മൾ പോണ വഴിയിൽ നമ്മൾ കണ്ടില്ലേ, മഞ്ഞ് സ്നോ കണ്ടില്ലേ? ആ സ്നോ അതാണല്ലേ. പീർപഞ്ചൽ പർവ്വതം. അത് അവിടെ ബാക്ക് സൈഡ്, അത് അവിടെ ആ കാണുന്നത്. അയ്യോ ഒരാളുടെ തല അത് അവിടെ കണ്ടോ? അതിന്റെ ഇടയിലൂടെ ഒരു യാത്രയുണ്ട്. അത് ഞാൻ അപ്പുറം കാണിച്ചു തരാം അല്ലേ? ഇപ്പൊ പറഞ്ഞ സമയത്തിൽ കുറച്ചുകൂടെ നേരത്തെ എത്തിയിട്ടുണ്ടല്ലേ? അരമണിക്കൂർ മുന്നേ എത്തി. ഇവൻ പറയും എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക. ഇനി കുറച്ചും കൂടെ പോവാനുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. നമ്മള് ഇതിനകത്ത് നോക്കിയ ലൊക്കേഷനിൽ കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 10:15 സമയം. പക്ഷെ ഇപ്പൊ നമ്മളിവിടെ 9:45 എത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഹാപ്പിനെസ് തോന്നുന്നുണ്ടോ? അപ്പൊ പെട്ടെന്ന് ഓടുവാ. പെട്ടെന്ന് ഇപ്പൊ മോശം, അതായത് ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. എന്നെ തിരക്കാൻ നോക്കി അങ്ങോട്ട്. ഈ ട്രെയിനിൽ വന്നിറങ്ങിയതാണോ ഈ കാണുന്ന മൊത്തം? ഭയങ്കര തിരക്ക് കേട്ടോ. പുറകോട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇതാട്ടോ സ്നോ നോക്കിക്കേ നിങ്ങള്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മലയിലൊക്കെ സ്നോ ഉണ്ട്. വരുന്ന വഴിക്കൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. എന്നാ തിരക്കാൻ നോക്കിയേ. പുറത്തുനിന്ന് ഷെയർ ടാക്സി കിട്ടും അല്ലേടാ? ഉണ്ടാവോ ഇപ്പൊ ഇവിടുന്ന്? ഞാൻ എന്താ കാണിക്കണേ? ഓരോരുത്തർ തട്ടി മാറ്റിയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഷെയർ ടാക്സി കിട്ടും കേട്ടോ. ഇവിടുന്ന് ട്രെയിൻ ഇറങ്ങുന്ന ആൾക്കാരെ വെയിറ്റ് ചെയ്ത് ഷെയർ ടാക്സി ഉണ്ടാവും. നിഹാൽ റെയിൽവേ സ്റ്റേഷൻ എന്താ പുറത്തിറങ്ങുമ്പോഴത്തേക്കും പോലീസ് എടാ എന്താ दोनों का अच्छा नहीं है? अच्छा है, ये भी अच्छा है। कहाँ से बनाया दीदी? वो केरला से। कितना लिया था? ये वाला 5,000। 500 नहीं है, 5,000। और भैया कौन पिया वो क्या था? नहीं वो അത് പറയാൻ പാടില്ല. ഞാൻ വലിച്ച സാധനം തുറന്നു. അതോ सिगरेट है? हाँ। नाम क्या है? मेरा नाम सफरून। किधर का है तुम? हम इधर नीचे रहते हैं। किधर का है? तुम कश्मीरी है? ഞങ്ങള് ഓരോരുത്തർ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി ഒരു വണ്ടിക്കകത്ത് കയറി. വണ്ടിയിൽ കയറി എവിടാണ് ഇപ്പൊ ഒരു ബനിഹാലിൽ നിന്ന് പിന്നെ സാധാരണ ഒരു ഷെയർ ടാക്സി എടുത്തു. 150 രൂപയെ പറഞ്ഞിട്ടുള്ളൂ. റിട്ടേൺ ടാക്സി ആയതുകൊണ്ട് 150 രൂപയെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. സോ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക, ബനിഹാലിലേക്ക് ഉധംപൂർക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഉധംപൂർക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പറഞ്ഞ പ്രതീക്ഷിച്ച സമയം മുന്നേ എത്തുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം എന്തോ ഒരു ബ്ലോക്ക് പറയുന്നുണ്ട്, അറിയില്ല, നോക്കാം. ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നു. അന്ന് ഈ സെയിം സംഭവം കാണിച്ചതാണ് നിങ്ങളെ. എന്നാലും ഇതാ അവിടേക്കാണ് ഈ മണ്ണിടിച്ചിൽ വരുന്നത്, കണ്ടില്ലേ? ലാൻഡ് സ്ലൈഡിങ് അവിടെ. പിന്നെ ഈ നമ്മുടെ മെയിൻ റോഡിൽ തന്നെ ലാൻഡ് സ്ലൈഡിങ് വരും കേട്ടോ.
ഷെയർ ടാക്സിയാണ്, ബസ്സാണല്ലേ, ഷെയർ ബസ്സാണ്, മിനി ബസ്. കുഞ്ഞു കുഞ്ഞു വീടുകൾ കണ്ടോ, അതിന്റെ മുകളിൽ സ്നോ നിൽക്കുന്നുണ്ടോ. ഈ വഴി വന്നതാ, അവിടെ റോഡ് ബ്ലോക്ക് ആന്ന് പറഞ്ഞിട്ട് ഇതേ വണ്ടി തിരിച്ച് വീണ്ടും പോവാ, വേറെ വഴിക്ക് കയറാൻ വേണ്ടിട്ട് പോവാ. ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് ഇല്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ള നോക്കിയ റോഡിന്റെ അവസ്ഥയൊക്കെ. അവിടെ ഒരു പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് റോഡ് ഇപ്പൊ ബ്ലോക്ക് ആയിട്ടുണ്ട്. JCB മണ്ണ് ഇടിഞ്ഞെന്നൊന്ന് തോന്നുന്നു, JCB മാന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടോ, മോളിൽ നിന്ന് ഉരുണ്ട് വീണ് വന്ന മണ്ണാട്ടതാണ്. ഈ സൈഡ് ഉണ്ടോ, ഇതാണ് മണ്ണിടിച്ചിൽ നടന്ന സ്ഥലം. കാണുന്നുണ്ടോ, ഷെയ്ക്കാവാ വണ്ടി കിടന്നിട്ട്. ചെറിയ ചെറിയ സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടെന്നുണ്ടെങ്കിലും ചില ചെറിയ ബ്ലോക്കുകൾ കിട്ടി പോയപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു കേട്ടോ. ആദ്യം പറഞ്ഞിരുന്നത് ചെറിയ ബ്ലോക്കാണെന്ന്. അപ്പം ആ ബ്ലോക്കിൽ നിന്നൊക്കെ മൂവ് ചെയ്യുമ്പോൾ നമ്മളങ്ങ് ഹാപ്പി ആയിട്ടിരിക്കും. കാരണം അയ്യോ ഇപ്പം തീരുമല്ലോ എന്ന്. ഇങ്ങനെ ഈ മലകളും കുന്നുകളും ഒക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇതൊക്കെ കണ്ടിരുന്നാലും തിരിച്ചു പോകുമ്പം ആ മലയുടെയും കുന്നിൻ്റെയും അവിടുത്തെ മണ്ണിടിച്ചിലൊക്കെ കാണുമ്പോൾ ഒരു സങ്കടവും അതിലുപരി പെട്ടു ഗൈസ്. വണ്ടി നിർത്തിയിട്ടേക്കാണ്, നല്ല ഹെവി ബ്ലോക്ക്. കുറച്ചു നേരമായി തുടങ്ങിയിട്ട്. ഇപ്പൊ സമയത്തായി. ലാൻഡ് സ്ലൈഡിംഗ് ഒന്നും അല്ല ഇത്, റോഡ് പണി കാരണം, അതായത് ചെറിയ വീതിയുള്ള റോഡ് അത് കുറച്ച് വലുതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ. അപ്പൊ അത് മൊത്തം ബ്ലോക്ക് ചെയ്തേക്കാണ്, മിലിറ്ററീസ് കംപ്ലീറ്റ്. അപ്പോ നമുക്ക് അവിടുന്ന് സന്തോഷിച്ച് വന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങക്ക് ബാഡായി പോയി. നമുക്ക് 3:40 ഉദംപൂരിന്ന് ഡൽഹി വരെയുള്ള ട്രെയിൻ. ഒരു ഓപ്ഷൻ ഉണ്ട്, അഥവാ നമുക്ക് ഉദംപൂരിൽ നിന്ന് ആ ട്രെയിൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ജമ്മുന്ന് പിടിക്കാനുള്ള പ്ലാൻ ഉണ്ട്. ജമ്മുവിൽ ആ ട്രെയിൻ വരുന്ന സമയം 5 മണിയാണ്, റൈറ്റ്? 5 മണി. ഇത് നോക്കിയപ്പോൾ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ സ്പോട്ട് നോക്കിയപ്പോൾ 5:15 കാണിക്കുന്നത്. അപ്പോൾ 5 മണിക്കുള്ളിൽ ഈ വണ്ടി അവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് ഈ നമ്മളെ സെയിം ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നുള്ള ഓപ്ഷൻ ലോക്കൽ ട്രെയിനിൽ ചാടി കയറി പോണതായിരിക്കും. അതല്ലെങ്കിൽ വേറെ കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സുണ്ട്, ബസ് പിടിക്കാം. ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരാൾക്ക് പെർ ഹെഡ് 900-1000 രൂപ വരും. ഇരുന്ന് കിടന്ന് യാത്ര ചെയ്ത് പോകാം. കുറച്ച് 1-2 മണിക്കൂർ ലേറ്റ് ആവും, എന്നാലും രാവിലെ അവിടെ എത്താം. ദില്ലിയിൽ 8 മണി 9 മണിക്കുള്ളിൽ എത്താൻ പറ്റുമെന്ന് വിചാരിക്കണം. കൺഫേമാ? സീറ്റ് കൺഫേമും ആയി ഞങ്ങളുടെ. അപ്പൊ ഞങ്ങളെ നോക്ക്, ഞങ്ങൾ ടിക്കറ്റ് കൺഫേം ആയിട്ടോ. ടിക്കറ്റും കൺഫേം ആയി, പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഒരു മലയാളി ചേട്ടനുണ്ട്, മലയാളി എല്ലാം ഡൽഹിയില. ഇതാ ചേട്ടൻ ഡൽഹിയില്. നാഗ്പൂർ. അല്ല, നാഗ്പൂരുകാരനാണ്. പുള്ളി നമ്മളെ നാട്ടുകാരനാണ്, ആലുവയിലാണ് പുള്ളി ജനിച്ചതും വളർന്നതൊക്കെ ആലുവയിലാണ്. നാഗ്പൂരാണ്. നെഗറ്റീവ് പ്ലേസ് കേരളയാണ്, ആലുവയാണ്. അപ്പോ ആളാണ് ഇപ്പൊ ഞങ്ങളുടെ ട്രെയിൻ കൺഫേം ആയോ എന്ന് അറിഞ്ഞത്. ഇതുണ്ടോ പുറകിന്നും വണ്ടി ബ്ലോക്ക്, എല്ലാരും ഇറങ്ങി പോകുന്നു.
ഇതുപോലെ എത്ര പേര് ലാൻഡ് സ്ലൈഡ് വന്നിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ പെട്ട് കിടന്നിട്ടുണ്ടാവും അല്ലേ, പോയിട്ടുള്ളവർ. ഇതിപ്പം ഞങ്ങൾ പോന്നിട്ടുള്ള ചെറിയ ട്രാവലറാണ്. അതിൽ ചേട്ടന്മാർ ഇരുന്നിരുന്ന് മടുത്തിട്ട് കിടന്ന് വിശ്രമിക്കുകയാണ്. ഒരുപാട് പേര് റൂട്ടിലിറങ്ങി നിൽക്കണു. എല്ലാവരും ഇങ്ങനെ കാഴ്ച കണ്ട് നിൽക്കുക, എന്ത് ചെയ്യണം എന്നറിയാതെ. റിസ്കി യാത്ര എന്ന് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. സമയം 1:30, 1 മണിക്കൂറായി. ഇവിടെ ഉണ്ട്, അങ്ങേറ്റത്ത് കിടക്കുന്നുണ്ട്, അങ്ങ് ആൾക്കാർ കയറി കിടക്കുന്നു. പുറകോട്ട് നോക്കൂ, എല്ലാവരും ഇറങ്ങി നിൽക്കുക. അങ്ങേറ്റത്തൂടെ കോലും വണ്ടി വരുന്നുണ്ട് അതിലേക്കിടെ. അവിടെ വരെ ബ്ലോക്കാണ്, അതിങ്ങനെ കറങ്ങി വരുന്നത്. ഒന്നും പറയണ്ട, റിസ്കി എന്നല്ല പറയണ, ഹെവി റിസ്ക് എന്നാ പറയുന്നത്. ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സാവാൻ ചാൻസ് ഉണ്ട്, കിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് സമയം ഇപ്പം 2:30 കഴിഞ്ഞു കേട്ടോ. 2 മണിക്കൂറായി ബ്ലോക്ക് കിടക്കാൻ. ചെറുതായിട്ട് വണ്ടി അനങ്ങി തുടങ്ങിയിട്ടുണ്ട് ആക്ച്വലി. ബ്ലോക്ക് കഴിഞ്ഞു. 2:45, 2:45. ഇനി ഇവര് ഫുഡ് കഴിക്കാൻ നിർത്തുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നുണ്ട് ഫുഡ് കഴിക്കാൻ നിർത്തല്ലേ എന്ന്. ഇനി അവിടെ ബ്ലോക്ക് കാണുന്നടാ. ഇല്ല ചെറിയ നേരത്തെ ഞാൻ കാണിച്ച ആക്രാന്ന് വെറുതെ ആയിരുന്നു കേസ്. അത് ഏതൊരു വഴിക്കൊന്ന് കയറ്റിയതാ, ബ്ലോക്ക് മാറിയില്ല. 4 മണി ഞങ്ങളുടെ ട്രെയിൻ ഉദംപൂരിൽ നിന്ന് പോയി ഗൈസ്. ഇനി അടുത്ത ഓപ്ഷൻ ജമ്മുത്താവിയിൽ 5 മണിക്ക് ആ ട്രെയിൻ. അപ്പൊ അത് കിട്ടാൻ നടക്കൂല, നല്ല ബ്ലോക്കാണ്. റോഡ് പണി നടക്കുന്ന സ്ഥലം ഇവിടെയാണ്. പക്ഷെ അപ്പോൾ അറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. ഇവിടെ നിന്ന് കടന്നു കിട്ടിയാൽ മതി. ഏകദേശം നമ്മൾ അടുക്കാനായിട്ടുണ്ട് റോഡ് പണി കഴിയുന്നിടം വരെ. ലാൻഡ് സ്ലൈഡിങ് ആയിരുന്നു കേട്ടോ. ഇതേണ്ട റോഡിലേക്ക് മണ്ണ് വന്ന് കിടക്കുന്നുണ്ടോ, ഇതാണ് മോളിൽ നിന്ന് വന്ന്. ഇതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും നേരം ബ്ലോക്ക് ആയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. ആ ബസ്സിന്റെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുന്നതേ ഉള്ളൂ. അയ്യോ, എന്തോരം മണ്ണ വീണ് കിടക്കുന്ന നോക്ക്. റോഡ് നോക്കി ഈ ഒരു അവസ്ഥ. 5 മണിക്കൂറാവാനായി നമ്മളിവിടെ പെട്ടി എടുക്കാൻ തുടങ്ങിയിട്ട് ഗൈസ്. കണ്ടോ, ഇവിടുത്തെ പോലീസുകാരും ഒരുപാട് പരിശ്രമിച്ചിട്ടും അവരെന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. റോഡ് ബ്ലോക്ക് ആവുന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. അവസാനം നാട്ടുകാരും വണ്ടിക്കാരും ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടെ കൂടിയിട്ട് പരിശ്രമിക്കാൻ തുടങ്ങി. ഓരോ വണ്ടിയായിട്ട് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെ കയറ്റി നിർത്തിക്കുക, അല്ലെങ്കിൽ അവർ പറയും അവിടെ ബ്ലോക്ക്. വലിയ റിസ്കിലാട്ടോ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സീൻ. ഇതേണ്ട ഒരു താഴ്ചയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് താഴെ എത്തും. റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്, ഫുൾ ബ്ലോക്കാണ്. ശരിക്കും പേടിച്ചിരിക്കും വണ്ടിക്കകത്ത് കേട്ടോ ഞങ്ങള്. ബസ്സിലായിരുന്നു ഉണ്ടായിരുന്നു. നോക്കിയപ്പോ വണ്ടി കിടക്കണം, നോക്കിയൊക്കെ എങ്ങനെയാണെന്ന് ആൾക്കാർ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കൊക്കയിലേക്ക് മറിഞ്ഞേനെ വണ്ടി ഫുള്ളായിട്ട് താഴോട്ട്. ചാടി ഇറങ്ങിയതാ ഞങ്ങൾ വണ്ടിക്കകത്തുനിന്ന് ജീവൻ നോക്കിയിട്ട്. ഒരു ചെറിയ വീഡിയോ ഉണ്ടായിരുന്നു, അത് മിസ്സായി. മറ്റേ വണ്ടി വന്നിട്ട് ഒരു വലിയൊരു ലോറി വന്നിട്ട് നമ്മുടെ ഇതിലേക്ക് ചെരിയണത്. ശരിക്കും ഒന്ന് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വീണ് പോകുമായിരുന്നു. ഞങ്ങൾ ശരിക്കും മറിഞ്ഞു പോകണ്ടായിരുന്നു. നോക്കി എന്ത് വണ്ടി വന്നാലും ഇവിടുത്തെ പോലീസുകാർക്ക് അവരുടെ വണ്ടി മാത്രം ഇങ്ങനെ അങ്ങോട്ട് വിടും. വണ്ടി കിടക്കുന്നുണ്ടോ നോക്ക്. ഒരു സൈഡ് എല്ലാ വണ്ടികളും കയറ്റിയിടല് കണ്ടില്ലേ, എവിടെ കിടക്കുന്നു ബ്ലോക്ക് എന്ന് നോക്കിക്കേ.
ഇത് ഇവരൊക്കെയാണ് നമ്മളെ വണ്ടിയിലുണ്ടായിരുന്നത്. കണ്ടോ, ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇത് 2 വേ ആണ്, 1 വേ അല്ല. പക്ഷേ ഈ കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് 1 വേ പോലെയാണ്. വണ്ടികളൊക്കെ കയറ്റിയിട്ടേക്കുന്നുണ്ടല്ലേ. എന്നിട്ട് ലിബിനും മറ്റേ സാറും കൂടെ ഇറങ്ങിപ്പോയിട്ട് റോഡ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങോട്ടും മാറ്റി ഇങ്ങോട്ടും മാറ്റിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെ. എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് കണ്ടോ, വീതിയില്ല. നമ്മളുടെ ആ സൈഡിലേക്ക് വീതി കുറവാണ്. കൂടിയിട്ടാട്ടോ റോഡ് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ലിബിനും മറ്റേ നമ്മുടെ ഇതിലുള്ള ഗവൺമെന്റിലുള്ള ആൾക്കാരാണ് കേട്ടോ. ആ ചേട്ടൻ പിന്നെ ഡൽഹിയിൽ വർക്ക് ചെയ്യാണ്. പ്രൈം മിനിസ്റ്ററിന്റെ പിന്നെ പേഴ്സണൽ സെക്രട്ടറി ആണ് കേട്ടോ. ഞങ്ങളുടെ കൂടുതലുണ്ടായിരുന്ന ഹാഫ് മല്ലു ആണ്. ഇവരാണ് ഇതൊക്കെ മാറ്റി 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 ഇത്രയും നേരമായിട്ട് പോലീസുകാർക്ക്, ഇവിടുത്തെ പോലീസുകാർ പോലും ഒന്നും കൂടുതലായിട്ട് ഇടപെടുന്നില്ല. ബ്ലോക്ക് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു, അറിയില്ല. ഇനി അടുത്ത സ്ഥലത്ത് എവിടെയെങ്കിലും ബ്ലോക്ക് കിട്ടുമെന്ന് പറയാം. ഭയങ്കര സീനായ ഒരു യാത്രയായിരുന്നു കേട്ടോ. ഞാൻ ഈ യൂട്യൂബ് വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇതായേനെ. മുകളിൽ ഫുള്ള് ബ്ലോക്കാണ്. ഇവരൊക്കെ ഇനി എപ്പം ഏത് അവസ്ഥയിലാണ് ദൈവമേ. എത്ര മണിക്കൂറായിരുന്നു എന്നറിയോ? 6 മണിക്കൂർ എൻ്റെ അടുത്തായി ഞങ്ങളിപ്പോൾ ഈ ഒരു യാത്ര തുടങ്ങിയിട്ട്. ആണെങ്കിൽ വാഷ്റൂം മൂത്രമൊഴിക്കാനും മുട്ടുന്നുണ്ട്. ഫുഡും കഴിച്ചില്ല, ഈ നേരം വരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിധത്തിൽ നീണ്ട 7-8 മണിക്കൂറിന് ശേഷം ഞങ്ങളുടെ വണ്ടി മൂവ് ചെയ്തു. ഇപ്പം ആ ടണലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ടണൽ ക്രോസ് ചെയ്യണം. അവിടെയും ചെറിയൊരു നല്ല മനോഹരമായ റോഡിന് ഇവിടെ ടോള് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ടോളിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇത് വണ്ടി പിടിച്ച് വെച്ചേക്കണം. ഇവിടെ ബ്ലാക്ക് ലിസ്റ്റ് ആണ്. ഇതിനകത്ത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് ആയി ഇവിടെ പിടിച്ച് നിർത്താൻ തുടങ്ങിയിട്ട്. ഉണ്ടോ? ഫൈനലി ഞങ്ങളുടെ ബ്ലോക്ക് ഒക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ടണലിൽ കയറിയാൽ മതി, ഇനി കുഴപ്പമൊന്നുമില്ല. അപ്പം എത്ര മണിക്കൂർ കിടന്നെന്നറിയ ഇതിനകത്ത്. ഇനിയിപ്പം ടണൽ കയറി. പക്ഷെ ഞങ്ങളുടെ ട്രെയിനൊക്കെ മിസ്സായിട്ടോ ഞങ്ങൾക്ക്. ഞങ്ങൾ ഇറങ്ങിപ്പോയത്. ക്ഷീണം ക്ഷീണം ആണോ? എന്തോ ബ്ലോക്ക്. ഞങ്ങളിപ്പോ സേഫ് ആയിന്ന് തോന്നുന്നു. എന്തോ ഒരു ട്രാഫിക് ജാം അങ്ങോട്ടേക്ക്. നമ്മളിപ്പോ താഴത്തെ റോട്ടിൽ കൂടെ പോകുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം കഴിഞ്ഞു ഒന്നും അറിയില്ല കേട്ടോ. താഴെ ചെല്ലുമ്പോഴത്തേക്ക് റോഡ് ഒന്നാവുന്ന സമയത്ത് എന്താ അവസ്ഥ എന്ന് അറിയത്തില്ല കേട്ടോ. ദൈവം എന്തോരം പോയാലാണല്ലേ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ മോളിൽ കിടക്കുന്നുണ്ട്. ബനിഹാലിൽ നിന്ന് ഇങ്ങോട്ട് ഒടുക്കത്തെ ബ്ലോക്ക്, ഇവിടുന്ന് അങ്ങോട്ടും പകുതി. അവിടെ ഇവിടെയൊക്കെ സ്റ്റക്കായിട്ട് ഓരോരുത്തർ നിൽക്കുക. ഞങ്ങളിപ്പോൾ സേഫായി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ട്രെയിനൊക്കെ ഞങ്ങൾക്ക് നമ്മുടെ ഫുള്ള് ബ്ലോക്ക് കഴിഞ്ഞു. ഇനി നേരെ പോവുകയാണ്. ഇനി വലിയ ആക്രാന്തം പിടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ ട്രെയിനൊക്കെ മിസ്സായി. ബ്ലോക്കൊക്കെ കഴിഞ്ഞു. ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് എത്തിയത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് 5:30, 5:45, 6 മണിയായി. ഫുഡ് കഴിക്കട്ടെ കേട്ടോ, വിശന്നിട്ട് വയ്യ. അല്ലടാ, പിക്കിളുണ്ടോന്ന് ചോദിച്ചാടാ. ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി, മറ്റേ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ ജമ്മുവിലേക്കുള്ള ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ബസ്സിൽ കയറിയിട്ട് ഇതൊരു ബസ്സിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ടയേർഡായി. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞു. എല്ലാരും ചത്തിരിക്കുന്നു. നീ ചത്തല്ല, നീ ആദ്യമേ ഡെഡ് ബോഡി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു നീണ്ട യാത്രക്ക് ശേഷം ജമ്മുത്താവിയിൽ എത്തിയിരിക്കുകയാണ്. യെസ്. അടുത്തോടാ? ഇല്ല, ഒട്ടുമില്ല എന്നൊക്കെ. എന്റെ പൊന്നെ കയറ്റി ഇവിടെ നോക്കിയ തള്ളി കയറ്റിണ്ട് ചവിട്ട. നല്ല രസമുള്ള ബാഗേജ്.
കയ്യെത്തുന്ന ദൂരത്ത് വെക്കുന്നതല്ല ഏറ്റവും ബെറ്റർ. കേട്ടോ ഒരുത്തൻ എന്നെ നോക്കി കുറെ നേരം കിടക്കാനായിട്ട്. ഹായ് 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 ഹായ്. പാവം കേട്ടോ. അങ്ങനെ കടുത്ത ടാസ്കിനൊടുവിൽ നമ്മളിപ്പം ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നീണ്ട ഒരു പുറകിൽ നീണ്ട ഒരു യാത്ര. അതായത് എനിക്ക് തോന്നുന്നു ഏകദേശം 12 മണി മുതൽ 6 മണി വരെയാണ് ട്രെയിനിലുണ്ട് മറ്റേ ചെറിയ ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഇത് ആ ഒരു ബസ്സിലുള്ള അല്ലേ. അപ്പം നമ്മുടെ ട്രെയിൻ മിസ്സായി, നമുക്ക് ബസ്സിൻ്റെ കുറച്ച് പ്രശ്നങ്ങളെല്ലാം നിങ്ങളിതിലെ വീഡിയോയിൽ കണ്ടു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ജമ്മു താവിയിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു ട്രെയിൻ എടുക്കാൻ പോവുകയാണ്. ആ ട്രെയിനിൽ ഞങ്ങൾ ഈ സെയിം ടിക്കറ്റ് വെച്ചിട്ട് കയറി ടിക്കറ്റിനെ ടിക്കറ്റോട് ചോദിക്കാൻ പോകേണ്ട അവസ്ഥ എന്ന് അറിയത്തില്ല. ലെറ്റ്സ് സീ അടുത്ത ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഞങ്ങൾ ഭയങ്കര ടാസ്ക് ആയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ശ്രീനഗറിൽ നിന്ന് ഡൽഹി വരെ എത്താൻ പോകുന്നത്. എന്താകുമെന്ന് ഇപ്പോൾ ട്രെയിൻ വരും. ആക്ച്വലി ട്രെയിനിൽ കയറിയിട്ട് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും TTR കണ്ടു, TTR സാറ് കണ്ടു. TTR കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കഴിഞ്ഞ ട്രെയിനിൻ്റെ ടിക്കറ്റ് വെച്ച് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. പിന്നെ ID കാർഡ് കാണിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഓക്കെ ലെറ്റ്സ് സീ എന്താ ചെയ്യണ്ടേ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ 2-3 സീറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ആ സീറ്റിലിരുന്നു. പിന്നെ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ സീറ്റിൽ കിടക്കി ഇരിക്കുകയായിട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഫൈൻ അടിച്ചു. ഞങ്ങൾ എക്സ്ട്രാ ഫൈൻ കൊടുത്തു. 1300 ഫൈൻ കൊടുത്തിട്ട് ഞങ്ങൾ ഈ ട്രെയിനിൽ തന്നെ ട്രാവൽ ചെയ്ത് ന്യൂഡൽഹി എത്താനായിട്ടുണ്ട്. ഉറങ്ങിയിട്ടില്ലല്ലേ? യു ആർ നോട്ട് സ്ലീപ്പിംഗ്? യു ആർ നോട്ട് സ്ലീപ്പിംഗ്? സ്ലീപ്പ് ഇരുന്നുറങ്ങി അല്ലേ? ഇരുന്നുറങ്ങി. ഞാൻ ചെറുതായിട്ട് കിടന്നുറങ്ങി. ലിബിൻ താഴെ എവിടെയോ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം ന്യൂഡൽഹി വരെ ഭയങ്കര ഹെവി യാത്രയായിരുന്നു ആക്ച്വലി. അപ്പോൾ ട്രെയിൻ നോട്ട് ദിസ് ശ്രീനഗർ ടു അല്ലേ, ശ്രീനഗർ ടു ജമ്മു. ഭയങ്കര റിസ്കി ഹെവി യാത്ര റൈറ്റ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആ സമയം മൊത്തം. ശ്രീനഗറിൽ നിന്ന് ജമ്മു വരെ അല്ല ഇപ്പം ഡൽഹി വരെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ചും കൂടി കൂടുതൽ കംപ്ലീറ്റ് പറയാം കേട്ടോ. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ബ്ലോക്ക് മാറ്റുന്ന പോലീസ് നടുറോട്ടിൽ കൊണ്ടുപോയിട്ടിട്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര എന്താ കടുത്ത എക്സ്പീരിയൻസിന് ശേഷം ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സീറ്റ് കിട്ടി, കിടക്കാനൊക്കെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. ആ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ, നമ്മൾ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞേ. ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞങ്ങളുടെ 3:40 നമ്മുടെ ട്രെയിൻ ഉധംപൂർ ടു ന്യൂഡൽഹി വരെ. പക്ഷേ ആ ട്രെയിന് നമുക്ക് മിസ്സായി. കാരണം വെച്ചാൽ ഭയങ്കര ലാൻഡ് സ്ലൈഡിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നിർത്തി നമുക്കൊരു മാക്സിമം ഒരു 6 മണിക്കൂർ ഞങ്ങൾ വണ്ടിയിൽ തന്നെ മിനി ബസ്സിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. ഒടുവിൽ എങ്ങനെയൊക്കെ എത്തിയപ്പോഴത്തേനും ട്രെയിൻ മിസ്സായി. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു നേരെ ജമ്മു തവിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വരുന്ന ട്രെയിൻ കിട്ടുമെന്ന് പറഞ്ഞു. 5:10 ആ ട്രെയിൻ. പക്ഷെ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു അല്ലേ സാർ? മാക്സിമം നമ്മൾ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. ഫുഡൊന്നും കിട്ടിയില്ല, വാഷ്റൂമിൽ പോകാൻ പറ്റാണ്ടായി, അല്ല ഭയങ്കര സ്റ്റക്കായി പോയി ലാൻഡ് സ്ലൈഡ് കാരണം. പിന്നെ നമ്മുടെ വണ്ടി ഒന്ന് ഒരു ആക്സിഡന്റ് ലാസ്റ്റ് ഒരു വെഹിക്കിൾ വന്നിട്ട് നമ്മുടെ വണ്ടി സേഫായി. പിന്നെ ഇവര് രണ്ടുപേരുമാണ്, അവിടുത്തെ പോലീസ് പോലും നോക്കാതെ ഇവർ രണ്ടുപേരുമാണ് റോഡെല്ലാം ട്രാഫിക് എല്ലാം ക്ലിയർ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടായിരുന്നു.
കാരണം പോലീസ് ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ കോർഡിനേഷൻ കറക്റ്റ് ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ തിരിച്ച് ഞങ്ങള് ജമ്മുവിലെത്തിയപ്പോ 9 മണി. ആ ട്രെയിനും മിസ്സായി. ഒടുവില് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയ ഒരു ട്രെയിൻ ഉണ്ട്, ഉത്തർ സമ്പർക്ക് ക്രാന്തി എന്ന് പറഞ്ഞ ആ ട്രെയിൻ തന്നെ തിരിച്ചു വന്നപ്പോൾ ആ ട്രെയിനിലെ കയറി. പക്ഷെ നമ്മളെ ഹരീഷ് ഭായ് ഇല്ലേ, ഹരീഷ് ഭായ് ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് കുറേയൊക്കെ ഗുണമായി. കാരണം വെച്ചാൽ ട്രെയിനിൽ കയറി TTR സംസാരിച്ചിരുന്നു. പുള്ളി CM-ന്റെ അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ കോർഡിനേറ്ററാണ് ദില്ലിയിൽ. അപ്പോൾ പുള്ളിയുടെ കാർഡും ID കാർഡും എല്ലാം ഉള്ളത് കൊണ്ട് പുള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്തു നമ്മളെ, ഒരുപാട്. പുള്ളിയുടെ പേര് ഹരീഷ് പ്രകാശ് എന്നാണ്. സോ അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഈ അഡ്വഞ്ചർ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക് യു സോ മച്ച്. ഞങ്ങളെ ദൈവം സഹായിച്ച് എങ്ങനെയൊക്കെയോ ഡൽഹിയിൽ തിരിച്ചെത്തിച്ചിട്ടുണ്ട്. അതും ഒരുപാട് നീണ്ട മണിക്കൂറുകൾക്ക് ശേഷമാണ് ഞങ്ങളിവിടെ ലാൻഡ് ചെയ്യുന്നത്. ഇദ്ദേഹം ഇപ്പം പോകാൻ പോവാണ്. ഇദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് ഡൽഹി തന്നെയാണ് ഇപ്പം താമസിക്കുന്നത്. സോ നമ്മളിനി നേരെ വൈകുന്നേരം കേരളത്തിലേക്ക് പോവാണ്. സോ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.